പുനർജനി ആയുർവേദ കോളേജിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിനിടയിൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സ്റ്റുഡൻറ്റ് ഇന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി, മാം, ആരാണ് അഗസ്ത്യമുനി, എന്താണ് ആയുർവേദത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരാമർശിക്കുന്നത്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര് നന്ദു എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആരാണ് അഗസ്ത്യമുനി? അഗസ്ത്യമുനി ഇന്ത്യയിലെ പ്രാചീന കാലത്തെ മഹർഷിമാരിൽ ഒരാളാണ്. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പ്രത്യേകിച്ച് തമിഴ് സിദ്ധവൈദ്യശാസ്ത്രത്തിലും ആയുർവേദത്തിലും അഗസ്ത്യരുടെ സംഭാവന വളരെ വലിയതാണ്. ആയുർവേദത്തിൽ അഗസ്ത്യമുനിയുടെ പ്രത്യേകത എന്താണ്? അഗസ്ത്യമുനി എഴുതി എന്ന് പറയുന്ന നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. പ്രത്യേകിച്ച് രോഗനിർണയം, സൗകര്യപരമായ ഔഷധ നിർദ്ദേശങ്ങൾ, ഹെർബൽ ഉപയോഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ തന്നെ. ഉദാഹരണത്തിന് അഗസ്ത്യ സംഹിത ആയുർവേദ ശാഖകളിലേക്കുള്ള ഒരു സമഗ്രമായ ഗ്രന്ഥം തന്നെയാണിത്. അഗസ്ത്യ ഹൃദയം ഇത് മന്ത്രശാസ്ത്രത്തിലേക്ക് കൂടുതൽ അടങ്ങിയതാണെങ്കിലും ആയുർവേദത്തിൽ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഊർജങ്ങളെ ബലപ്പെടുത്തുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. അടുത്തത് അഗസ്ത്യ വൈദ്യ സാരസംഗ്രഹമാണ്. സിദ്ധവൈദ്യത്തിലാണ് ഇത് കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത്. സിദ്ധവൈദ്യത്തിൻ്റെയും പിതാവ് തന്നെയാണ് അദ്ദേഹം. അഗസ്ത്യനെയാണ് സിദ്ധവൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. സിദ്ധവൈദ്യവും ആയുർവേദവും തമ്മിൽ ബന്ധമുണ്ട്. എന്നാൽ സിദ്ധം ദക്ഷിണേന്ത്യയിൽ കൂടുതൽ പ്രചാരത്തിലുള്ളതാണ്. ഔഷധ ജ്ഞാനത്തിലെ ഒരു ദൈവിക സംശ്രയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഗ്രന്ഥങ്ങളും. അദ്ദേഹം ഔഷധങ്ങളുടെയും പച്ചിലകളുടെയും ദൈവികതയെക്കുറിച്ചും ചക്രങ്ങൾ, പ്രാണൻ, മനസ്സിൻ്റെ സ്ഥിതികൾ എന്നിവയുമായി ഔഷധ ഉപചാരങ്ങൾ എങ്ങനെ ചേരുന്നു എന്നതെല്ലാം വിശദമായി പഠിച്ചിട്ടുണ്ട്. അഗസ്ത്യമുനി ആയുർവേദത്തിലൊരു ജ്ഞാനശില്പി തന്നെയാണെന്ന് നമുക്കൊക്കെ അറിയാം. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഔഷധജ്ഞാനത്തിന് വലിയ സ്ഥാനം നൽകപ്പെടുന്നു. ആയുർവേദത്തിലുള്ള ഔഷധങ്ങൾ, പാചകരീതി, തൈലം, പാചനക്രമങ്ങൾ, മനഃശാസ്ത്രം എല്ലാം ഉൾപ്പെടുന്ന സമഗ്ര ശാസ്ത്രമായി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളർന്നു എന്ന് തന്നെ പറയാം. അഗസ്ത്യമുനിയുടെ പ്രശസ്തമായ ഔഷധ രഹസ്യങ്ങളിൽ നിന്നുള്ള ചില സൂക്ഷ്മ വൈദ്യ സിദ്ധാന്തങ്ങളും ഔഷധയോഗങ്ങളുമുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് തന്നെ എടുത്തു പറയേണ്ടത് അഗസ്ത്യ രസായനമാണ്. അഗസ്ത്യ രസായനം ശ്വാസകോശ രോഗങ്ങൾ, പ്രത്യേകിച്ച് ആസ്മ, കഫസംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഉപയോഗിച്ചു വരുന്ന ഒരു മരുന്ന് തന്നെയാണ്. ഇതിൽ പ്രധാനമായും ചേർത്തിരിക്കുന്നത് കരീതകി, ദശമൂല, പിപ്പലി, മധുരം എന്നത് തന്നെയാണ്. ഇത് ദീർഘായുസ് നൽകുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു രസായനമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്തത് അഗസ്ത്യ വാതഹര തൈലമാണ്. സന്ധിവാതം, കമ്പനം, മനോശക്തി, നാഡീബലം കുറയുക എന്നിവയ്ക്കൊക്കെ വളരെ ഉത്തമം തന്നെയാണ്. അതിൽ അടങ്ങിയിരിക്കുന്നത് അശ്വഗന്ധ, നാരങ്ങ, ബല ഇവയൊക്കെ തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയാണ് എടുക്കുന്നത്. അടുത്തത് അഗസ്ത്യ സർപ്പവിഷാന്തകമാണ്. പാമ്പുകടിയിലും മറ്റ് വിഷപ്രഭാവങ്ങളിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്കറിയാമല്ലോ, അദ്ദേഹം ഒരു പ്രസിദ്ധനായ വിഷതന്ത്രജ്ഞനും കൂടിയായിരുന്നു. ഇത് പുരാണങ്ങളിൽ പറയപ്പെടുന്നുമുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഗസ്ത്യ ഹൃദയം. അത് മനഃശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതൊരു വൈദ്യവംശത്തിൽ കൂടുതൽ മനഃശാസ്ത്രപരമായ ആത്മസംശുപ്തിയുടെയും പ്രാണബലത്തിൻ്റെയും രഹസ്യം കൊണ്ടുള്ള ഭാഗമാണ്. അടുത്തത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് അഗസ്ത്യ ഹൃദയം. ഇത് മനഃശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതൊരു വൈദ്യവശത്തിൽ കൂടുതൽ മനഃശാസ്ത്രപരമായ ആത്മസംശുപ്തിയുടെയും പ്രാണബലത്തിൻ്റെയും രഹസ്യം കൊണ്ടുള്ള ഭാഗം തന്നെയാണ്. പൂർണ്ണമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതും പാരമ്പര്യമായി തന്നെ ചില വൈദ്യ കുടുംബങ്ങളിൽ മാത്രം കൈവശം വെച്ച് വരുന്നതുമായിട്ടുള്ള ചില രഹസ്യക്കൂട്ടുകളുമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 7 രഹസ്യക്കൂട്ടുകൾ അടങ്ങിയ മരുന്നുകളെയാണ് പ്രതിപാദിക്കുന്നത്. കായകൽപ്പ തൈലം, വാതഖണ്ഡനം, ജ്യോതികന്മാരു,
ഉരസഫലം ഗുളിക, അമൃതസന്ധാന തൈലം, നാസാഘാതലേഖം, വിസർജന രസായനം തുടങ്ങിയവയാണ്. കായകൽപ്പ തൈലം എന്ന് പറഞ്ഞാൽ ദേഹത്തിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തൈലമാണ്. വാതഖണ്ഡനം അപ്രതിരോധ്യവാദനാശിനി ചൂർണമാണ്. ജ്യോതികന്മാരനു കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനുള്ളതാണ്. ഉരസഫലം ഗുളിക ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ശ്വാസഫലം കൂട്ടാൻ വേണ്ടിയുള്ളതുമാണ്. അമൃതസന്ധാന തൈലം വേദന നാശിനിയാണ്. നാസാഘാതലേഹ്യം തുമ്മല്, കഫസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ളതാണ്. വിസർജന രസായനം ദഹനശക്തിയും പുറന്തള്ളാൻ വേണ്ടിയിട്ടും നിയന്ത്രിക്കുന്ന ഗുളികയാണ്. ഇനി അവസാനമായിട്ട് വളരെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, അഗസ്ത്യമുനിയുടെ ഔഷധ സംഹിതകൾ സാധാരണ ഗ്രന്ഥങ്ങളിലില്ല എന്നത് തന്നെയാണ്. ഗുരു ശിഷ്യ പാരമ്പര്യത്തിലൂടെ മാത്രം കൈമാറപ്പെടുന്നവയാണ്. അതുകൊണ്ട് ഇന്ന് ലഭിക്കുന്ന അഗസ്ത്യ സംഹിത ഗണത്തിൽ വരുന്ന കൃതികൾ പലതും ഭാഗികമായി മാത്രം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും അഗസ്ത്യമുനിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള അറിവുകൾ ദയവ് ചെയ്തിട്ട് വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി വരും ദിവസങ്ങളിൽ അവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ അറിവുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.